കിടക്കരികിലേ വിളക്കണഞ്ഞു പ്രഭാത പതംഗങ്ങൾക്കൊപ്പം ഉണർന്നു. തുറന്നിട്ട ജാലകത്തിനരികിൽ ഒഴിഞ്ഞുലഞ്ഞ മുടിയിൽ ഒരു പുഷ്പമാല്യവും ഊതി. ജമന്തി ജമന്തി, സ്ക്രൂ ഡ്രൈവർ എവിടെ? സ്ക്രൂ ഡ്രൈവർ എവിടെയാണ്? ഇവിടെ ഇല്ല. നീങ്ങുവാ. ജമന്തി ജമന്തി, എന്താ നിനക്കെന്താ ചെവി കേട്ടൂടെ? ചെവി കേൾക്കണ്ട്, ഞാൻ അവിടെ ഒരു പണിയിലല്ലേ. ഞാൻ എത്ര നേരം വിളിക്കണു? എന്താ ഇപ്പൊ പ്രശ്നം? അതെ, അതിന്റെ മുകളിൽ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിരുന്ന അവിടെ. അത് അവിടെ വെച്ചാൽ അവിടെ തന്നെ കാണും. ഞാൻ നോക്കുന്നു. അത് കാണാനില്ല, അതല്ലേ ചോദിക്കണേ. ചുമ്മാ എന്നോട് വഴക്കിടില്ലേട്ടോ രാവിലെ. അയ്യേ, ചെറിയ പിള്ളേർ. അപ്പൊ ഇതില്ലാണ്ട് ഞാൻ അങ്ങോട്ട് എങ്ങനെ പോകും? ഇത് കേൾക്കുമ്പോഴാണ് ഒരു സാധനം വെച്ചിടത്ത് കാണില്ല. എപ്പോ ഒരു കാര്യം പറഞ്ഞ എന്നെ വഴക്ക് പറയോ? എന്താണ് വഴക്ക് പറയോ? ആ, എന്താ പറ. വഴക്ക് പറയില്ലെന്ന് പറ. ആ, വഴക്ക് പറയൂല. ഞാൻ ആ കുക്കറിന്റെ സ്ക്രൂ ഇപ്പൊ മുറുക്കാൻ വേണ്ടി അവിടെ നിന്ന് എടുത്തോണ്ട് പോയി. എന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ വക സാധനങ്ങൾ എടുത്ത് കളിക്കരുതെന്ന്. ഞാൻ മറന്നുപോയതാ ഏട്ടാ. പിന്നെ ഏട്ടാ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം മറക്കല്ലേ? ഇന്നലെ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല. ഏട്ടാ പറഞ്ഞില്ല ഇന്ന് എന്തായാലും ഓർക്കൂന്ന്. എനിക്കൊന്നും ഓർമ്മയില്ല. ഏട്ടാ കളിക്കല്ലേ ഏട്ടാ. എന്താ നീ പറഞ്ഞത്? ചെരുപ്പ്. ചെരുപ്പോ? ഞാൻ പറഞ്ഞില്ലേ ആ പരസ്യത്തിൽ കാണിച്ച ചെരുപ്പ്. ഏത് പരസ്യത്തിൽ കാണിച്ചത്? ഏട്ടാ ചെരുപ്പിൽ ഇങ്ങനെ മുള്ളു കുത്തണ പോലത്തെ ചെരുപ്പ്. ഏട്ടാ ഒരെണ്ണം മേടിച്ചതാ. ഏട് പൊട്ടി, അത് നല്ലതല്ല. നടക്ക വെറുതെ ആൾക്കാരെ പറ്റിക്കാനുള്ളത് പരസ്യത്തിൽ കാണുന്നതല്ലേ. അത് വേണ്ട. നല്ലതാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നൊക്കെ അയാൾ പറഞ്ഞേ. നിനക്കിപ്പോ എന്താ അതിന്റെ കുറവ്? ഏട്ടാ 24 മണിക്കൂർ ഞാനിവിടെ പണിയല്ലേ ഏട്ടാ. അതൊക്കെ വയസ്സായ ആളുകൾക്കുള്ളതാണ്. പിന്നെ വയസ്സായ ആളുകൾക്ക് ഓരോരുത്തന്മാര് പറ്റിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നിന്നെ പോലുള്ള മന്തുകൾ അരിച്ചെന്ന് ചാടി. ഒന്നുമല്ല, അവര് പറഞ്ഞ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാന്നും പറഞ്ഞ അതിലൊരു നമ്പർ ഉണ്ട്. ഏട്ടാ ഒന്ന് വിളിച്ചു നോക്കാം. ഒരു 10-50 ഉറുപ്പിക കൊടുത്ത് ഇവിടെ പോയി വാങ്ങിച്ചൂടെ? ആ സാധാരണ ചെരുപ്പല്ലേ ഇത്? വീട്ടിലിടുന്ന ചെരുപ്പ്. വാങ്ങിച്ചു തരാന്നോ? ഉറപ്പാ? എന്നാ വാ ചായ കുടിക്കാം. ഇന്നും പുട്ടന്നല്ലേ? ഇന്ന് പുട്ടല്ല, ദോശയാ. ദോശയോ? വാ, ഇനി സമയം വൈകിന്ന് പറഞ്ഞ എന്റെ മെക്കിട്ട് കയറും. എന്ത് പറ്റി? मेरे ये गीत याद रखना, कभी अलविदा कहना, कभी अलविदा कहना. ഓക്കെ, ഇടക്ക് പൊടി വന്നു. ഞാനൊന്ന് ഉണക്കി. ഇവിടെ വെയിലിപ്പോ അങ്ങ് മാറും. ഇച്ചിരി വെയിൽ കിട്ടുന്നിടത്തോട്ടിരിക്കാം. എന്നും വെയിലും കിട്ടുന്നില്ലല്ലോ. കംപ്ലീറ്റ് മരം, എല്ലാ മരവും മുറിച്ച് മാറ്റണം. ചെരുപ്പുളക്കാൻ ഇച്ചിരി വെയിൽ. സമയത്തേക്ക് ഇവിടെ ഇരുന്ന് എന്റെ ചെരുപ്പൊന്ന് ഉണങ്ങി കിട്ടട്ടെ. ഇവിടെ ഇരുന്ന് അടിപൊളിയായിട്ട് ഉണങ്ങിക്കണം. പോണ ഫംഗ്ഷന് ഷൈൻ ചെയ്യേണ്ടതാ. ഒന്നുമില്ലമ്മ, ചെരുപ്പൊന്ന് കഴുകി ഉണക്കാൻ വെച്ചതാ. അതുകൊണ്ട് വലിയ ഫംഗ്ഷനൊക്കെ ഉണ്ട്. അത് ശരി. അല്ലടാ, കറണ്ട് പോയിട്ട് എത്ര നേരമായി? എന്തൊരു കഷ്ടമാണെന്ന് പറയുന്നത്. എപ്പോഴാ ഈ കറണ്ട് ഒന്ന് വരുന്നത്? കറണ്ട് ഓഫീസർ മോൻ എവിടെ ഇല്ലേ? പറ പോയി കൊണ്ടുവരാൻ. ഓ, ഈ പട്ടികളുടെ ഒരു കാര്യം. എന്തോ നീ പട്ടിക്ക് രായും പകലും ഒന്നുമില്ലേ? ഏത് നേരവും ഇത് തന്നെ പട്ടിയുടെ കാര്യം. അത് നിങ്ങള് കുരച്ചോട്ടമ്മ. ഇവിടെ ചെലവന്മാര് കുരക്കണേന്നും കേൾക്കാൻ സുഖം. അത് അല്ലടാ, നീ വാമ്പ പോണ ഒന്ന് പോണ്ടേ? പോണ. ആ ഫാസിൽ വന്നില്ലല്ലോ. എന്തിനാ?
അല്ല അവനെ കാത്തു നിൽക്കണേ. ആ ലൈനൊക്കെ ആ പൊട്ടി കിടക്കണം. അല്ല അത് അവനെ കൊണ്ടൊക്കത്തില്ലേ? അത് അവനെ കൊണ്ടൊക്കെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പോയി തല കാണിക്കണ്ടേ? നീ ഒന്ന് വിളിച്ചു നോക്കിയാണ് എന്തായെന്ന്. എവിടെ പോയി കിടക്കുകയാണെന്ന് ആർക്കറിയാം. ഹലോ ഓമട്ടി. ഹലോ ആ നീ എവിടെയാ? എവിടെടാ? വേഗം വാ അങ്ങോട്ട്, ഞാൻ റെഡിയാണെന്ന്. ആ വേഗം വാ വേഗം വാ. ഓമട്ടി നിന്നല്ലടാ അവിടെ പട്ടി ഉറങ്ങിയത്. ആ ശരി ശരി. നീ എന്തൊരു മനുഷ്യനാണ്, സമയത്രേ. ഒന്നും പറയണ്ട, ഞാൻ ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഭാര്യയും ഉമ്മയും കൂടി ഒരേ ബഹളം. എന്തുപറ്റി? ഉമ്മാക്ക് കൊടുത്ത പുട്ടിന് പീര കുറഞ്ഞു പോയിന്നോ എന്തൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ അതൊക്കെ പറഞ്ഞു ഒതുക്കി സമയം എടുത്ത് കയറി ഇരുന്നാ. ഒന്നും പറയണ്ട, ഇതിന്റെ ഇടയിൽ കിടന്ന് നമ്മള് മരിക്കണേ. ബഹളം എന്ന് പറഞ്ഞാൽ എന്താ ബഹളം. ഞാനോ തന്നെ ആ പൂട്ടും അതും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു. സമയവും ഇല്ലല്ലോ. പറയുന്ന അവനോ ചെയ്യേണ്ടത് അവനോ തന്നെ ചെയ്യണോ? തങ്കൾ നീ എന്തുവാടി ഇത് തേച്ച് പഠിക്കുകയാണോ? എന്ത് കമ്പിളില് ചുളിവ് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. മാമോദീസ കഴിഞ്ഞിട്ട് ശങ്കരമംഗലത്ത് പാർട്ടി മീറ്റിങ്ങിന് പോകണം. ഇന്ന് പ്രസിഡന്റ് വരുന്ന ദിവസം. അവിടെ പോവാൻ ഇത്രയും കൂടി വേണ്ട. ഇങ്ങോട്ട് കളിയാക്കല്ലേ. ഞങ്ങളുടെ പ്രസിഡന്റ് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു പൊതുപ്രവർത്തകൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഒരു വ്യക്തിത്വം ഉണ്ടാവണമെന്ന്. പിന്നെ വ്യക്തിത്വം മുണ്ടിലും ചെരുപ്പിലൊക്കെ ഇരിക്കണമെന്ന് പോകലിറ്റോ. എടി മുണ്ടിലും ചെരുപ്പിലും നമ്മുടെ മുഖകാന്തിയിലും ഒക്കെ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു നമ്മളെ ഒരു ഇംപ്രഷൻ ഉണ്ടാവണം. അതൊക്കെ ഉണ്ടാവും, ഇടണ്ടവരിട്ട. നിങ്ങൾ എന്തിട്ടാലും ഈ പറഞ്ഞ സാധനം വരണ്ടേ ഗ്ലീറ്റോ? എന്താ സാധനം? ഞാനേ ഈ കിടന്ന് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ശോഭനമായ ഒരു ഭാവി നാളെയെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയില്ല. ആഹാ, കുഴിയിലോട്ട് കാലം നീട്ടിരിക്കണ എന്റെ ക്ലീറ്റോ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ശോഭനമായ ഭാവി, എവിടെ നിന്നാണ് വ്യക്തിത്വം? ആ തക്കളി കൊച്ചിന്റെ കാര്യത്തിൽ ഒരു ഭാവി ഉണ്ടാക്കാൻ നോക്കൂ നിങ്ങൾ. തക്കളി കൊച്ചൊന്ന് വളരട്ടെ, അപ്പൊ അതിന്റെ ഭാവി ഞാൻ നോക്കിക്കോളാം കേട്ടാ. പിന്നെ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കണത് നിന്റെ അള്ള. നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോങ്കിലും അവിടെയും ചുളുക്കി. ചായ തുയാന്ന് ചോദിച്ചു വാട്ടെ നീ. ആ സാറേ സാറേ ഞാൻ ഇറങ്ങി സാറേ. ആ പോ ഇപ്പൊ എത്തും. ഓ ഒരു 15 മിനിറ്റ്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി ശരി. ഇതൊരു ധൃതിയാണെന്ന് ആൾക്കാർ. തങ്കം ഈ തങ്കം ഞാൻ പറഞ്ഞു നടി നീ എന്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്? ഇങ്ങോട്ട് വരാൻ. എന്താ എന്റെ ചെരുപ്പാടെ? ചെരുപ്പല്ലേ ഇത്? ഇതല്ല മറ്റേ ചെരുപ്പ് എവിടെയെന്ന്. സ്ലിപ്പർ അകത്തല്ലേ ക്ലീറ്റോ കിടക്കണം? ഇവിടെ കിടന്ന് അന്വേഷിച്ചാൽ കിട്ടുമോ? തങ്ങാണ്ടല്ലോ എടി, ഇതിന്റെ കൂടെയുള്ള എന്റെ മറ്റേ ചെരുപ്പ് എവിടെയെന്ന്. രാവിലെ അവിടെ നിന്ന് തേച്ച് മിനുക്കണ്ടായാലും എന്ത് ചെയ്തു? തേച്ച് മിനിക്ക് ഞാൻ ഇവിടെ വെയിലത്ത് ഉണങ്ങാൻ വെച്ചിരുന്നതാ. അതിന്റെ ഒരു ചെരുപ്പ് എവിടെയാന്നാ ചോദിച്ചേ. ഉണങ്ങാൻ വെച്ചെങ്കിൽ അത് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അത് വേറെ എവിടെ വെച്ചെന്ന് വെച്ചാൽ അവിടെ പോയി നോക്ക്. എടി കാണാത്തത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇവിടെ വെച്ചിരുന്നതാണ്. ഞാൻ അകത്തല്ലേ എന്നോട് ചോദിച്ചാൽ ഞാൻ എവിടെ എടുത്ത് തരാനാന്നേ? എനിക്കറിയാം ഇതാരെടുത്തെന്ന് എനിക്കറിയാം. ആ തുടങ്ങി. അവനെ എടുത്തത് അവനെ ഇത് ചെയ്യുള്ളടി. തുടങ്ങി. ഞാൻ നന്നാവണയിലുള്ള അസൂയാണ് അവന്. എന്താണ് ഇവിടെ ബഹളം? അല്ല അമ്മ കണ്ടതല്ലേ രാവിലെ ഞാൻ ഈ 2 ചെരുപ്പ് കഴിവിടെ വെച്ചിരുന്ന് ഉണങ്ങാനായിട്ട്. അതിപ്പോ കാണാനില്ലമ്മ. എനിക്ക് ഫംഗ്ഷന് പോളതാ. അയ്യോ എല്ലായിടത്തും നോക്കിയതാ. എല്ലായിടത്തും നോക്കിന്ന് പറയണു. ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എവിടെ പോയത്? അയ്യോ അമ്മേ, ആ പട്ടി വരെ കേട്ടില്ലേ? ആ പട്ടിയെ ഞാൻ എടുത്തോണ്ട് പോയി. പട്ടി തന്നെ എടുത്തത്. അവൻ തന്നെ എടുത്തത്. വരട്ടെ, ഞാൻ ചോദിച്ചോളാം. പിന്നെ ഒന്ന് പോകലിട്ടോ ചേട്ടാ, പട്ടി തിരിച്ചു വരുമല്ലേ? ആ പട്ടി അല്ലടി, നിന്റെ കെട്ടിയോനില്ലേ അവൻ. തോന്നിയാസം പറഞ്ഞോണ്ടല്ലോ എന്റെ കെട്ടിയെ പട്ടിന്നൊന്നും വിളിക്കാൻ പറ്റില്ല. നിങ്ങൾ വിളിക്കൂടെ മരപ്പട്ടി? മരപ്പട്ടി നീ ഇങ്ങനെ കിടന്ന് തുള്ളണ എന്ത് കാര്യത്തിനാ? അവര് അളിയന്മാരാകുമ്പോ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അവര് സോൾവ് ചെയ്തോളും. അല്ലാതെ ഇവൻ എന്തൊക്കെ എന്റെ കെട്ടിയെ പറയണു, ഞാൻ അതിനൊന്നും
പൊള്ളും. അങ്ങനെ എനിക്ക് ദൈവം. അയ്യോ ഒരു ദൈവം. എന്താ ദൈവം? ദേ, അമ്മേ, കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. ക്ലീറ്റോ ചേട്ടന് വല്ല പൈസ വേണമായിരിക്കും. അതിന് പുതിയ കെട്ടുകഥയായിട്ട് ഇറങ്ങിയിരിക്കുക. ദേ, അനാവശ്യം പറയരുത്. അങ്ങനെ കെട്ടുകഥ ഉണ്ടാക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അമ്മയുടെ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മക്കൾക്ക് അവകാശപ്പെട്ടതാ. എന്റെ പൈസ എന്റെ കെട്ടിയവന് അവകാശപ്പെട്ടതാ. അതിനകത്ത് കള്ളക്കഥ ഉണ്ടാക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അയ്യോ, അവകാശത്തിന്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ പൈസ വേണമെങ്കിൽ നേരിട്ട് അങ്ങോട്ട് ചോദിക്കാം. അല്ലാതെ എന്റെ കെട്ടിയവനെ വെറുതെ പറയാൻ നിൽക്കൊന്നും വേണ്ട. അതല്ലേ നീ ആരും തടി കളിക്കുന്ന അത് നിന്റെ കെട്ടിനോട് കാണിച്ചാ മതി. ഭ്രാന്ത് പിടിച്ചാ എന്നെ പ്രാന്ത് പഠിപ്പിക്കുന്നത് പറയാൻ അവളോട്. കഷ്ടപ്പാടെന്ന് പോലും ഒന്ന് അടങ്ങനടി. കയറി പോയി ഓടിയത്. നിങ്ങളെങ്കിലും ഓടുവാ. അതൊക്കെ അവളെ കെട്ടിയവനെ പോലെയാണെന്ന് കരുതി ഞാനും. പിന്നെ സ്വഭാവം മോശടി. പ്രാന്തുണ്ടോ? ഒരു മാർട്ടിയും മാമോദിസെ. എന്റെ ഫംഗ്ഷന് പോയില്ലെങ്കിൽ എന്റെ അവസ്ഥ നിനക്കൊന്നും അറിഞ്ഞൂടെ പറഞ്ഞ. ഞാനിപ്പോ എങ്ങനെ പോകും? ഒരു 500 ഉണ്ടെങ്കിൽ താ. 500 രൂപ. എന്തിന്? ചെരുപ്പ് വാങ്ങണ്ടേ പിന്നെ? അയ്യോ, ചെരുപ്പ് മേടിക്കാൻ ഞാൻ 500 രൂപ തരണമെന്ന്. വേണമെങ്കിൽ പഴയ ചെരുപ്പിട്ടിട്ട് പോയാ മതി. റബ്ബർ ചെരുപ്പാ? ആ അതിട്ടോട്ട് ഞാൻ എങ്ങനെ പോകും? പോണെങ്കി പോണ്ടേ. എനിക്കൊരു നിർബന്ധമൊന്നുമില്ല. പിന്നെ നീ അത് എടുത്തോണ്ടോ? എന്നാലും ഇത് കാണുമ്പോ ഞാൻ എങ്ങനെ സഹിക്കും? 2500 രൂപയുടെ മുതല. ഇത് മാത്രമായിട്ട് എന്തിനാ ഇതും കൂടെ അവൻ കൊണ്ട് പുഴുങ്ങി തിന്നട്ടോ? പോയി ചെരുപ്പെടുത്തോളൂ അടി. ഭ്രാന്താന്ന് എനിക്ക് തോന്നുന്നു. വാടാ നീ. പെട്ടെന്ന് എടുത്തോളൂ വാടി. നീ ചെരുപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോ? അടി ചെരുപ്പെടുത്തോളൂ വാടി പെട്ടെന്ന്. മര്യാദ അങ്ങോട്ട്. സമയമില്ല മനുഷ്യരുടെ. എന്നാ, കൊണ്ടുപോ. വെച്ചിട്ടുണ്ടടി ഞാൻ എല്ലാത്തിനും വെച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ കഴിഞ്ഞ് വരട്ടെ. പോട്ട് മോളെ കരയാതെ. അപ്പൊ എന്റെ ഏട്ടനെ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ? എന്നെ തല്ലാൻ വരാൻ വേണ്ടിട്ട് അയാൾ ആരാ? എന്റെ പൊന്നുമോൾ ഇപ്പോഴത്തേക്ക് അങ്ങ് ക്ഷമിക്ക്. ഇല്ല, ഞാൻ പറയും. എനിക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അയാൾ അറിയട്ടെ. മോന്റെ പൊന്നുമോളെ അവൻ എന്താണ് ചെയ്യുന്നത് അവന് തന്നെ അറിയാൻ വയ്യ. അയ്യോ, അവനോട് ഇത് ചോദിക്കാൻ പോയിട്ട് എന്തിനാണ് മക്കളെ? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. എന്റെ ഏട്ടൻ പോലെ എന്നെ അടിക്കാൻ വേണ്ടി കൈയോങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാലമായിട്ട് എന്റെ പൊന്നുമോളെ അമ്മയ്ക്ക് അത് അറിയാം. അമ്മയെ കരുതിയിട്ട് മക്കൾ ഇതിപ്പോ ക്ഷമിക്ക്. അല്ലെങ്കിൽ അവൻ വന്ന് ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കും. ഇല്ല, ഞാൻ എന്തായാലും പറയും. നാളെ അയാൾ എന്നെ കൊന്ന് ആരോട് ചോദിക്കും? എന്റെ മക്കളെ ഞാനാണ് പറയുന്നത്. അവൻ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കും. ഞാൻ ഇത് അറിഞ്ഞ. ഇല്ല, ഞാൻ എന്തായാലും പറയും. ഏട്ടൻ ഇങ്ങോട്ട് വരട്ടെ. എന്നാ പിന്നെ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാനാ? നീ ഒന്ന് പറഞ്ഞു കൊടുക്കും. അവനിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. അവരെ കിടന്ന് തമ്മിൽ അടിച്ച് ചാവും. ചാവുന്നതിനെ എടുത്ത് കുഴിച്ചിടാം. ബാക്കി എല്ലാത്തിനും ഇവിടെ ജയിലിൽ പോയി കിടക്കാം. അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ കാരണം ആരും ചാവും വേണ്ട, ജയിലിലും പോകണ്ട. ഞാൻ ആരോടൊന്നും പറയാനും പോകുന്നില്ല. എന്നോട് ചോദിക്കാനും പറയാനും ആരില്ലാത്തതുകൊണ്ടല്ല അയാൾ എന്റെ പറ്റട്ടെ. ഇത്രയും വൃത്തിയായിട്ട് അണികളുള്ള പാർട്ടിയിലാണല്ലോ കർത്താവേ ഞാൻ ചെന്ന് പെട്ടത്. എനിക്ക് ആ വൃത്തിയായിട്ട് ചെരുപ്പ് പോലും അവന്മാർ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. അവനായിരിക്കാം വിക്രമായി. അവൻ തന്നെ ആയിരിക്കും അടിച്ചോണ്ട് പോയ. തങ്കം, എടി തങ്കം. കർത്താവേ ഒന്ന് വിളിച്ചേടി. എന്താ പറ്റിയേ? ചെരുപ്പില്ലാണ്ട് നടന്നു കാണുന്നത് കാല് പൊട്ടി. നിങ്ങളുടെ ചെരുപ്പ് എന്തിയെ? അതടിച്ചോണ്ട് പോയി. അത് ആ പാർട്ടി മീറ്റിങ്ങിൽ AC ഹോളായിരുന്നു. അപ്പോൾ അവിടെ ചെരുപ്പ് പുറത്തൊഴുകാന്ന് എഴുതി വെച്ചോണ്ട് പുറത്ത് ഊരിയിട്ടു. തിരിച്ചിറങ്ങി വന്നപ്പോൾ അത് കാണാനില്ലടി. എന്ത് ദരിദ്രവാസി പാർട്ടിയാ എന്റെ ക്ലീറ്റോ നിങ്ങളുടെ? പഴയ ചെരുപ്പം വെറുതെ വിടൂല അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പുറത്ത് പറയണ്ട, നാണക്കേടാ. ബെസ്റ്റ് പാർട്ടി. അവനെ എടുത്തെന്നൊക്കെ എനിക്കറിയാം. അടുത്ത മീറ്റിങ്ങിനാവട്ടെ, ഞാൻ അടിച്ചോണ്ട് വന്നോളാം. കാര്യം കൊണ്ട് നീട്ട്. കനകത് ഭയങ്കര ഇറക്കോണ്ടത് ശ്രദ്ധിച്ചില്ല. എന്നാ ശരി.
ആ കരയും വന്നേ. അതേ കയ്യോടെ ഒന്ന് തീർത്തേക്കാം. ഇതെന്താ? ഇതാ എന്നാ. ഓ മാഷയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കാശ്. 200 കിട്ടിയത്. നിന്റെ 100 എന്റെ 100. കുറെ കഴിയുമ്പോ ഞാനിതിന്ന് വലിച്ചെന്ന് പറയുവേ. നോട്ടോ. ശരിയെന്നാ. കനക, ആ നീ ഉച്ചക്ക് ഉണ്ണാൻ വന്നില്ല, എന്ത് പറ്റി? ഫ്ലൈറ്റിലായിരുന്നു അമ്മ. പിന്നെ ഉച്ചക്ക് ചെറിയൊരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം. അത് ശരി. അല്ല, നീ ക്ലീറ്റസിന്റെ ഒരു ചെരുപ്പ് എടുത്തായിരുന്നാ? ഇല്ല. അയ്യോ, അത് പിന്നെ എവിടെ പോയത്? എനിക്കെന്തിനാ അവന്റെ ചെരുപ്പ്? അവന്റെ കൂറ ചെരുപ്പിടാൻ മാത്രം ദരിദ്രനാ ഞാൻ. ചോദിട്ടാ, കൂറ ചെരുപ്പല്ലെന്ന്. ഇന്ന് അവൻ 2 നല്ല പുതിയ ചെരുപ്പ് വാങ്ങിച്ചു കൊണ്ടുവന്നു, വില കൂടിയ ചെരുപ്പ്. അതിലെന്തായാലും അഴുക്ക് പറ്റിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അവൻ കഴുകി വെയിലത്തോട്ട് ഉണക്കാൻ പറ്റിയിരുന്നു. അത് ഒന്ന് കാണുന്നില്ല, ഒന്നേ ഉള്ളത്. അതുകൊണ്ട് അമ്മയ്ക്ക് എന്തിന്റെ കടാണ്, ഞാൻ ചെരുപ്പൊന്നും എടുത്തില്ല. കഴുകി വെച്ചിരുന്ന ചെരുപ്പോ? ആ അയ്യോ, അപ്പൊ ഇതെടുത്താ ഞാൻ പട്ടി എറിഞ്ഞത്. എന്തോന്ന്? അല്ല, ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അമ്മ. അവിടെ കഴുകി വെച്ചിരുന്ന ഒരു ചെരുപ്പ് എടുത്തിട്ട് ഞാൻ രാവിലെ പട്ടി എറിഞ്ഞു കളഞ്ഞു. എടാ, പട്ടി അറിയാൻ നീ വേറെ ഒന്നും കണ്ടില്ല, ചെരുപ്പേ നിന്റെ കൈ കിട്ടിയോളാ? അല്ലാതെ ആ സമയത്ത് വേറെ ഒന്നും കണ്ടില്ല. അപ്പൊ എടുത്ത് കിട്ടിയാന്ന് പിടിച്ചങ്ങ് എറിഞ്ഞ്. ആ, എന്നാ പോയി എടുത്തോണ്ട് വാ. അവിടെ കാണുമല്ലോ, എടുത്തു കൊടുക്കാം. വേണ്ട, പോയി എടുത്തോണ്ട് വന്നിട്ട് കാര്യം സാധിച്ചാ മതി. ഈ ഡ്രസ്സ് മാറ്റിട്ട് പോകാം. വേണ്ട എന്നല്ലേ പറഞ്ഞത്, പോയി എടുത്തോണ്ട് വാ. എന്നാ അത് പിടി. ആ പോ. ആ, അത്ര കൊള്ളത്തില്ലല്ലോ. അയ്യോ, ഞാൻ ഇവിടുന്ന് ഓടി നാട് വിട്ട് കളയാ. അവൻ വന്നെന്നും പറഞ്ഞു. അവൻ കാരണം എനിക്കൊന്ന് നഷ്ടപ്പെട്ടത് എന്റെ മാനവും എന്റെ ചെരുപ്പും. വരട്ടെ. കുറവില്ല അല്ലേ? നിങ്ങളോട് ആര് പറഞ്ഞു ആ പെണ്ണിനെ പോയി തല്ലേ? അവളുടെ നാക്ക് വെച്ചിട്ടേ അവളെ തല്ലുകയല്ലേ വെട്ടി കൊല്ലുക ചെയ്യേണ്ടത്. അവൾ ഓരോ നിങ്ങളുടെ ഭാര്യയാണോ അവളെ ഭരിക്കാൻ ചെല്ലാനായിട്ട്? വണ്ടി കണ്ട പെണ്ണുങ്ങളെ തല്ലാൻ ചെല്ലടേ. അടി, അവളെ കെട്ടിയോണ്ടല്ലോ, അവൻ നിലക്ക് നിർത്താൻ പഠിക്കണം പെണ്ണുങ്ങളെ ആദ്യം. ഇതാ നിങ്ങളുടെ കുഴപ്പം. അവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് മേടിച്ചോ. ഓ, എന്റെ കൈ അങ്ങ് സിനിമയ്ക്ക് പോവുമല്ലേ അവൻ ഇനി വരുമ്പോ. വരട്ടടി, വരട്ടെ. അവന് ഞാൻ കാണിച്ചു കൊടുക്കാം ആണെന്താണെന്ന്. ഉപകാരം ചെയ്യാൻ പറ്റുമോ എനിക്ക്? അവൻ വരുമ്പോ ദൈവത്തെ ഓർത്തൊന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യ്, ഒരു തുണിയും പ്ലാസ്റ്ററും ഒക്കെ എടുത്ത് ഞങ്ങൾ ഒട്ടിക്കണ്ട വായ. വേണ്ട, നിങ്ങൾ പ്രസംഗിച്ചോ. ഈ 5 വയസ്സല്ലെങ്കിലും ചെരുപ്പും പത്രാസൊക്കെ കേമാ. എവിടെ കളഞ്ഞു? പട്ടി കടിച്ചുണ്ടോ എന്തോ. കിടക്കണ്. ഇതാ പോട്ടെ വില കൂടിയ ചെരുപ്പ്. അങ്ങനെ കൊടുക്കണ്ട. അത് വേണ്ട. ഇതാണ് ചെരുപ്പ്. അയ്യോ, ചെരുപ്പ് കിട്ടിയാ ശരി, സമാധാനമായി അല്ലടി. അപ്പൊ അവൻ പറഞ്ഞത് ശരിയല്ലോടി? അവൻ എന്താ പറഞ്ഞു? അല്ല, അവനൊന്നും പറഞ്ഞില്ല. നീ ആ ചെരുപ്പ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്ന. ഇതാ കൊണ്ടോട്. എനിക്ക് എന്ത്? എനിക്ക് പറ്റില്ല. എന്താ ചെരുപ്പ് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല? എനിക്ക് വയ്യാതെ എടി, ഒന്ന് കൊണ്ട് കൊടുക്കടി നീ എങ്കിലും. ഇതങ്ങ് കൊണ്ടു കൊടുക്കുക മതി. എനിക്ക് ഉറക്കം വന്നിട്ട് ചെയ്യാം. എന്നാ പിന്നെ നിനക്ക് പോയി ഉറങ്ങിക്കൂടെ? എനിക്ക് ഇപ്പൊ ഉറങ്ങാൻ തോന്നിയില്ല. എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ലെന്നേ. എന്നാ പിന്നെ അത് കൊണ്ടുപോയി കൊടുക്ക്. ഏട്ടൻ കൊണ്ട് കൊടുത്താ എടാ, നിന്റെ അല്ലേ കിട്ടിയത്, നീ കൊണ്ടുപോയി കൊടുക്ക്. അല്ല, എന്താ നിങ്ങൾക്ക് രണ്ടാക്കും എന്താ പ്രശ്നം? ഒന്നും ഇല്ല, കൊണ്ടുപോയി കൊടുക്ക്. നീ കൂടെ വാടി. ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അവൻ എന്തിനാടി എന്നെ വിളിക്കണത്? തന്നെ എന്താ ചെയ്യണ്ടേ? ഞാൻ ഇല്ലാന്ന് പറ. പേടിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാം. ഓ, സ്നേഹിച്ച് വിളിക്കുന്ന നോക്ക്, എന്നെ കുത്തിക്കൊല്ലായി. ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയടി. പെണ്ണെ, ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാടി. അമ്മയുണ്ട്. അമ്മയുണ്ട്. അപ്പൊ കുഴപ്പമില്ല. വന്നമ്മേ. ചെവി കേട്ടൂടെ? ഇതെന്താ വിളിച്ചവരെത്ര പാട്? എന്താ എന്നാ എന്റെ ചെരുപ്പ്? ഞാൻ രാവിലെ ആ പട്ടികളെ കിടന്ന് ബേളം വെച്ചപ്പോ എടുത്ത് എറിഞ്ഞതാ. അപ്പോഴേക്കും ആ ഫാസിലും വന്നു. അങ്ങനെ ധൃതിയിലങ്ങ് പോയി. ഏടാ മിടുക്കാൻ, നീ കൊള്ളാലോ ആള്. മറ്റേ ചെരുപ്പാ? എന്ത്? രാവിലെ ആ ചെരുപ്പ് കാണാത്ത കലിക്ക് മറ്റേ ചെരുപ്പും വലിച്ചെറിഞ്ഞു കളഞ്ഞു. കാര്യമുണ്ടോ? നീ ചിരിച്ചോടാ.
പാവം അത് പൈസ കൊടുത്ത് മേടിച്ചത് 1500 രൂപ. ആര് നിന്റെ കെട്ടിയോനോ? അല്ല, പൈസ കൊടുത്ത് വാങ്ങിച്ചു തന്നോ? എടി അത് ആരെങ്കിലും മോഷ്ടിച്ചു തോന്നാവും. പോടാ, ബോംബെ പോയി വന്നപ്പോ മേടിച്ചോണ്ട് വന്നാടാ കനക. അതിന്റെ കെട്ടിയോനല്ലേ ഏതാണെന്ന് തന്നെ. ഒരാളെ കാണാൻ പാടില്ലാന്ന് പറഞ്ഞ ഇങ്ങനെ കുറ്റം പറയരുത്. ഓ ഓ, കിട്ടിയ ക്ലീറ്റാ? കിട്ടിയല്ലോ. നന്നായി. ഇതേതാ ഈ ചെരുപ്പ്? ഇതിന്റെ കൂടെ ഉള്ള മറ്റേ ചെരുപ്പാടി. അതങ്ങനെ ഇരിക്കണേ? കാലത്ത് ഞാനെടുത്ത് എറിഞ്ഞില്ലയോ, അത് ചെന്ന് വീഴുന്ന നമ്മുടെ വേസ്റ്റ് കത്തിക്കണേന്റെ ഇടയില. അറിയാ, ഒരുപാട് മന്ദങ്ങളാപ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നിന്നെ പോലൊരു മന്ദങ്ങളാപ്പനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്.